കോഴിക്കോട് കുറ്റിക്കാട്ടൂരിന് സമീപത്ത് തോട്ടിൽ വീണ് ഓട്ടോറിക്ഷ കരയ്ക്കെത്തിച്ചിരിക്കുന്നു. നിയന്ത്രണം വിട്ട ഓട്ടോ കുറ്റിക്കാട്ടൂർ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് ഡ്രൈവർ മാത്രമാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. വെള്ളത്തിൽ വീണ ഓട്ടോയുടെ നിലവിലത്തെ അവസ്ഥയാണത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എങ്ങനെയാണ് ഒടുവിൽ രക്ഷാപ്രവർത്തനം നടന്നത്? അക്ഷയ, കുറ്റിക്കാട്ടൂർ മാമ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് ഇത്തരത്തിൽ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം സംഭവിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. യാത്രക്കാരെ ഇറക്കാനായി പോയതായിരുന്നു ഓട്ടോറിക്ഷ. ഈ സ്ഥലത്തെ ആളല്ല, ഈ സ്ഥലം പരിചയമുള്ള ആളുമായിരുന്നില്ല. ഈ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം തിരിച്ച് കുറ്റിക്കാട്ടൂരേക്ക് വരുന്നതിനിടെയാണ് മാമ്പുഴ തോട്ടിലേക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിയുന്നതും ആ സമയത്ത് വലിയ കുത്തൊഴുക്ക് ഈ തോട്ടിലുണ്ടാവുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹം ഒരു മരത്തിൽ പിടിച്ച് കയറി പോരുകയായിരുന്നു. പിന്നീട് നാട്ടുകാരെ വിവരമറിയിച്ച് നാട്ടുകാരെത്തി ഓട്ടോറിക്ഷ ആ സമയത്ത് കയറിൽ കെട്ടിയിട്ടു. പിന്നീട് ഇന്ന് രാവിലെയാണ് എല്ലാവരുടെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ വലിയൊരു സംഘം തന്നെ അവിടേക്ക് എത്തുകയും കയറിൽ കെട്ടിയിട്ടിരുന്ന ഓട്ടോറിക്ഷ വളരെ ശ്രമഫലമായി അവിടെ നിന്ന് ഉയർത്തുകയുമായിരുന്നു. ഓട്ടോയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അത് മുഴുവനും തകർന്നു പോയിട്ടുള്ള അവസ്ഥയാണ്. ഭാരമുണ്ടായിരുന്നു, വലിയ കുത്തൊഴുക്കും ആ സമയത്ത് തോട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ടാണ് അവിടെ നിന്നും ഈ ഓട്ടോ പൊക്കിയെടുത്തിരിക്കുന്നത്. ഏതായാലും അത് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രിയിലാണ് ഈ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് കുറ്റിക്കാട്ടൂർ മേഖലയിലേക്ക് വലിയൊരു കുത്തൊഴുക്കുണ്ടാകുന്നത്. സമീപത്തെ ചെറുപുഴയും അതോടൊപ്പം തന്നെ മാമ്പുഴ തോടും കരകവിഞ്ഞതോടു കൂടിയാണ് ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടും വീടുകളിലുള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഈ മാമ്പുഴ തോട് കരകവിഞ്ഞതിൽ ഓട്ടോറിക്ഷ പെട്ട് അപകടമുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അക്ഷയ.